everyone, welcome back to our YouTube channel. ഞാനും റോഹനും വീക്കെൻഡ് ആയിട്ട് നമ്മുടെ യൂഷ്വൽ വെറുതെ പുറത്ത് കറങ്ങാൻ ഇറങ്ങിയതാണ്. ആഫ്റ്റർ സോ ലോങ് ആക്ച്വലി. എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഒരു 6th സീസണാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ചുമയും ജലദോഷവും റോഹനും ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അത്യാവശ്യം സിക്കാണ്. പക്ഷേ എനിക്ക് വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല ഗൈസ്. ഐ എം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. വീക്കെൻഡ് കിട്ടിയാൽ എനിക്ക് പുറത്ത് പോകണം എന്ന് ആഗ്രഹം. വീട്ടിലിരുന്നാൽ ഞാൻ ഭയങ്കര അൺപ്രൊഡക്റ്റീവ് ഫീലിംഗ് ആണ്. എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ആശ്വാസം. എനിക്ക് എത്ര വൈകിലും പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലോക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല, പക്ഷെ നമുക്കൊന്ന് ഡെക്കാത്തലോണിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ കറങ്ങാൻ ഇറങ്ങി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ നൈക്കി ഷൂ ഇട്ടു. ഇതുവരെ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ലായിരുന്നു. നല്ല മഴയൊക്കെ ആയിരുന്നു. മേടിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ചീത്താവുന്ന റോഹൻ പറഞ്ഞു, അതുകൊണ്ട് ഇട്ടു. പിന്നെ നമ്മൾ നമ്മുടെ ബാങ്കോക്ക് ഫാഷനൊക്കെയാണ് ഇട്ടേക്കുന്നത്. റോഹൻ ഇന്ന് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഞാൻ എന്തായാലും ഫുൾ OOTD ഒക്കെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ നമ്മുടെ ബാങ്കോക്ക് സീരീസിൻ്റെ എല്ലാ വീഡിയോസും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ കുറച്ച് അത്യാവശ്യം സമയമെടുത്തൊക്കെ എഡിറ്റ് ചെയ്ത വീഡിയോസാണ്. പിന്നെ ഓഫ്കോഴ്സ് ഐ മിസ് ഇറ്റ് സോ മച്ച്. വീക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി വി മിസ് ഇറ്റ്. നമുക്ക് എന്തായാലും ഇനി നമുക്ക് നല്ലോണം പണിയൊക്കെ എടുത്ത് പൈസയൊക്കെ കൂട്ടിയിട്ട് ബാങ്കോക്കിൽ നമ്മൾ എന്തായാലും പോവും നമ്മുടെ ബിസിനസ്സിന് വേണ്ടി. അതുകൂടാതെ ഭാഗ്യമുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് വേറെയും സ്ഥലത്തൊക്കെ പോവാം, എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങളെയും കാണിക്കാം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ബിസിനസ് അപ്ഡേറ്റ്, താങ്ക് ഗോഡ് നമ്മളുടെ കുറേ പീസസ് സെല്ലായി പോയി. കുറച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എടുത്തു. അത് കൂടാതെ എൻ്റെ ഓഫീസിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതായത് വുമൺ എംപവർമെൻറ്റിന് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ഷീ ബസാർ, ഇതിപ്പോൾ 2nd ഇയർ ആണ്, ഷീ ബസാർ എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ. ഞാനപ്പോൾ ഈ പ്രാവശ്യം അതിൻ്റെ പാർട്ടായി. ആൻഡ് വി ഗോട്ട് സം ഗുഡ് സെയിൽസ്. അതുമാത്രമല്ല ഞങ്ങളുടെ CEO UK-ന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു. സോ ഹീ വിസിറ്റഡ് മൈ സ്റ്റോൾ. അതുമാത്രമല്ല നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഞാൻ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. സോ ഐ വാസ് സോ ഹാപ്പി. പ്ലസ് എൻ്റെ കൊളീഗ്സ് ഹരിഷ്മ, ഹരിചേച്ചി ആൻഡ് എക്സി ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. എനിക്കറിയാം നിങ്ങളും കുറച്ച് പേര് എൻക്വയറി ഒക്കെ ചെയ്തു. ഐ എം സോ ഹാപ്പി. പക്ഷേ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങിയേക്കണെയാണ്. നിങ്ങൾ ഓൺലൈനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഫിറ്റൊന്നും മനസ്സിലാവില്ല. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ലൈക്ക് ബാങ്കോക്ക് ഫാഷനെ പറ്റി അറിയാമെന്നുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ പറയേണ്ട അവിടുത്തെ ക്വാളിറ്റി അടിപൊളിയാണെന്ന്. അപ്പോൾ നമ്മൾ എക്സിബിഷൻ ഇട്ടപ്പോൾ കുറേ പേര് നേരിട്ട് കണ്ടുപിടിച്ചു നോക്കി. അവർക്കൊക്കെ കുറേ ഇഷ്ടമായി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ദേ വെയർ ഓൾ ഇൻ ലവ് വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വന്ന എക്സ്പീരിയൻസ് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ വെരി സൂൺ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല. കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും സെല് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഔട്ട്ഫിറ്റ് ഓ ഇത് നോക്കിയത് ഡെക്കാത്തലോണിൽ ഫാനി പാക്കൊക്കെ. നമ്മളൊരു മാസ്ക് മേടിക്കാനാണ്, അത് നമുക്ക് നോക്കാം. ഡെക്കാത്തലോണിൽ സെൽഫ് ചെക്ക് ഔട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിത് ഡെക്കാത്തലോണിൽ ഇറങ്ങി ഒരു അടുത്ത് തന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലത്ത് വന്നതാണ്. ഹണി സ്പെഷ്യൽ കേക്ക്, നമ്മുടെ ഹണി കേക്ക് ഇല്ലേ, ഞാൻ അത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കഫേ ഞാൻ കുറേ നാളായി കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, എപ്പോഴും പോകുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, സീറ്റിംഗ് ഇല്ലെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു, പക്ഷെ നല്ല തിരക്കാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ വെയിറ്റ് ചെയ്താൽ സീറ്റ് തരാമെന്ന് പറഞ്ഞു. കാരണം എന്താ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത്രയും ഹൈപ്പ് എന്ന് എന്തായാലും നമുക്കറിയണം. ലെറ്റ്സ് സീ. ഗൈസ്, ഫൈനലി വി ഗോട്ട് ദ സീറ്റ്. ആൻഡ് നമ്മൾ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കൂ, എവിടെ കാണിച്ചു കൊടുക്കും.
അത് മാത്രമല്ല അപ്പുറത്ത് എനിക്ക് എന്തോ പ്രപ്പോസൽ പോലെയൊക്കെ ഉണ്ട്. ആദ്യം ക്യാൻഡിൽ ലൈറ്റ് ഇറക്കുക. അപ്പോൾ വി ഡോണ്ട് റൂയിൻ ഇറ്റ്. നമ്മളെന്തായാലും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഐ ഹോപ്പ് ദ ഫുഡ് ഈസ് ഗുഡ്. ഇവിടെ കൂടുതൽ അഫ്കോഴ്സ് ഡെസേർട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് പറയാം. നമ്മളൊരു സ്റ്റേക്ക് വന്നിട്ടുണ്ട്, പിന്നെ എന്തോ ക്രിസ്പി ലോഡഡ് ചിക്കൻ ആൻഡ് ഫ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. എനിക്കെന്തായാലും ഇഷ്ടമായി. വൈബ് എനിക്ക് മനസ്സിലായി. നല്ല ഈസ്തെറ്റിക് സംഭവങ്ങളാണ്. ഇനി ഫുഡും കൂടി നല്ലതാണെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി കം ഹിയർ അഗെയിൻ. മ്യൂസിക് ഉണ്ട്, മൈക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കൊള്ളാമല്ല, എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ വീട്ടിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നിരുന്ന ഒരു കേവ് വൈബൊക്കെ അല്ലേ. കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ട്. ഫുഡ് വന്നു. ഫുഡ് കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് അവർ മാൻ ഈസ് ഹിയർ. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ. ലെറ്റ്സ് ട്രൈ. ഇതെന്തോ ലോഡഡ് ചിക്കൻ പോലത്തെ സംഭവം എന്തോ ആണ്. ഓ മൈ ഗോഡ്, ടു ഗുഡ്. അടിപൊളി അടിപൊളി. ചിക്കൻ കൊടുത്ത് നോക്കട്ടെ. അടിപൊളി സാധനം. അപ്പോൾ ദേ നമ്മുടെ സ്റ്റേക്കാണ്. മാഷ് പൊട്ടേറ്റോ ആണെന്ന് തോന്നുന്നു. കുറച്ച് മാഷ് പൊട്ടേറ്റോ, കുറച്ച് ഡിപ്പ്. ഓ അടിപൊളി ബേബി. സജസ്റ്റ് ചെയ്ത സ്റ്റേക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത കരീബിയൻ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നൊരു 400 റേഞ്ച്. ഇതിനെന്തോ 300 അങ്ങനെ എന്തോ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമുക്ക് തിന്നുമ്പോൾ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. നല്ല ക്വാളിറ്റിയാണ്. ഇവയെ ട്രൈ ചെയ്തു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഗൈസ് എനിക്ക് ഇഷ്ടമായിട്ട് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. സ്റ്റേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കുക്ക്ഡാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ളത് ആ മാഷ് പൊട്ടേറ്റോ കൊള്ളാം, ബ്രെഡ് കൊള്ളാം, ഡിപ്പ് കൊള്ളാം. ഇത് പിന്നെ പറയണ്ടല്ലോ. എനിക്ക് ആക്ച്വലി ചീസ് ഇഷ്ടമാണ്, സോസ് ഇഷ്ടമാണ്. ഇത് ഇറ്റ്സ് ഫിൽഡ് വിത്ത് ചീസ് ആൻഡ് ഫ്രൈസ്. കൊള്ളാം. ഇതെന്താണല്ലോ ഫ്ലോവർ ലീവ്സിൻ്റെ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഫ്രൈസ്, എൻ്റെ ഫ്രൈസ് ഇനി എത്ര ഉണ്ട്? ഓൾറെഡി ഫുൾ. നമ്മൾ സ്റ്റീക്ക് ഞാൻ ഇച്ചിരി സഹായിച്ചു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡായിട്ട് ഫീൽ ചെയ്തു. ഇനി ഡെസേർട്ടൊന്നും തിന്നാൻ സ്ഥലമുണ്ടോയെന്ന് എനിക്കറിയില്ല. ബേക്ക് സ്ഥലമുണ്ടോ? ഉണ്ടല്ലേ, അന്ന് പറയണ്ട. ട്രൈ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഏറ്റവും നല്ല സംഭവം നമുക്ക് മേടിക്കാം. ആദ്യം ഞാൻ തിന്ന് തീർക്കട്ടെ. ഇത് സഹായിക്കില്ലേ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നല്ല പാട്ടും നല്ല ഈസ്റ്ററ്റിക്സ് ഉള്ളൊരു സ്ഥലം. ആൾക്കാരുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് പ്രൈവറ്റ് സ്പോട്ട് കിട്ടി അല്ലേ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ പ്രൈവറ്റ് ഇഷ്ടം. നൈസ് റൈറ്റ്. ചെറി ബ്ലോസംസിൻ്റെ ഒക്കെ നൈസ്, വെരി നൈസ്. ഇതേ ഫുഡ് മൊത്തം കാലിയാക്കി. ആൻഡ് വി ഹാവ് ഓർഡേർഡ് 1 മിൽക്ക് കേക്ക്. അവിടെ നോക്കിയപ്പോൾ കുറച്ച് അത്യാവശ്യം പോയിരിക്കുന്നത് ഒരു മാംഗോ മിൽക്ക് കേക്കാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ ഇത് ഡെസേർട്ടാണ് കൂടുതൽ എക്സ്പെൻസീവ് എന്ന് എനിക്ക് തോന്നിയല്ലേ. ബിക്കോസ് ദിസ് ഇസ് ബേസിക്കലി ഒരു ഡെസേർട്ട് പ്ലേസ് ആണ്. അത് മെയിൻലി കേക്കിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഫുഡ് തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതലാണ്. ഫുഡ് പക്ഷെ കൊള്ളാം കേട്ടോ അല്ലേ. ഇറ്റ് വാസ് ഗുഡ്. ഇവിടുത്തെ ഡെസേർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹണി കേക്ക് കാര്യങ്ങളുണ്ട്, പിന്നെ കുറേ കേക്ക്സും. ഇതാണ് നമ്മുടെ മാംഗോ മിൽക്ക് കേക്ക്. എക്സ്പെൻസ് 190 രൂപ പ്ലസ് ചെയ്യും. ഓ പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കണ്ടറിയാം. ഞാനിതുവരെ മിൽക്ക് കേക്ക് കഴിച്ചിട്ടില്ല. ഐ ഹാവ് നെവർ ട്രൈഡ് എ മിൽക്ക് കേക്ക്. ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെന്നാണെന്ന് അറിയില്ല. വായിൽ വെറുതെ അലുത്ത് പോയി. ഓ മൈ ഗോഡ്, സോ ഗുഡ്. ഓ worth every penny. എങ്ങനെയുണ്ട് ബേബു? ഇഷ്ടയാ? He's too busy എന്നൊക്കെ.
അടിപൊളി സാധനം ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിലും ഈ മിൽക്ക് കേക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. എനിക്കിനി മാംഗോ മാത്രമാണ്, വേറെ ഫ്ലേവേഴ്സ് ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും മാംഗോ ട്രൈ ചെയ്തു. ഐ ലവ് ഇറ്റ് സോ മച്ച് ആക്ച്വലി. എനിക്ക് ഹോണസ്റ്റ്ലി ഇവരുടെ ഫേമസ് ഹണി കേക്ക് അത്ര ഇഷ്ടമല്ല. ആരും എന്നോട് ഒഫൻഡഡ് ആവരുത്, എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് അല്ല തോന്നുന്നു. പക്ഷേ ഇതെനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും. സക്സസ്ഫുള്ളി കാലിയാക്കി. ഹൗ വാസ് ഇറ്റ്? അടിപൊളി അല്ലേ? അടിപൊളി സോങ്സ് കേട്ടോ, എല്ലാ കൈൻഡ് ഓഫ് ജോണർ. റോക്ക് മ്യൂസിക് ഉണ്ടായിരുന്നു, ഈവൻ ഒരിടക്ക് BTSഉം ബ്ലാക്ക് പിങ്കും വരിയിട്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊള്ളാം എന്തായാലും ഈ കഫേ. കൊള്ളാം അല്ലേ? ദേവിനെയും കൊള്ളാം, ക്യൂട്ട്. വയറിട്ട് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടല്ലേ. ഫുള്ളായിപ്പോയി. ഡെസേർട്ടും കൂടി ആയപ്പോൾ ഓവർലോഡഡ് ആണ്. ഭാഗ്യം ഞാനും സ്റ്റേക്ക് മേടിച്ചിരുന്നെങ്കിൽ അതും 2 പീസ്. ഇതൊരു ബ്രസ്റ്റ് പീസ് ആയിരുന്നു അല്ലേ ചിക്കൻ്റെ? 2 വലിയ വലിയ പീസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. പക്ഷേ നമ്മൾ ഡെസേർട്ട് കഴിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് അല്ലേ. ഫുഡ് വാസ് വെരി ഗുഡ്, പക്ഷേ ഡെസേർട്ട് വാസ് അമേസിങ് അല്ലേ, അടിപൊളി. ഇനി ബില്ല് നമുക്ക് അമേസിങ് ആണോ നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ കഫേ. ആക്ച്വലി നമ്മൾ ബില്ല് പേ ചെയ്തു 923 റുപ്പീസാണ് ആയത്. എനിക്ക് ആക്ച്വലി ഡീസൻറ്റ് പ്രൈസ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ഒരു സ്റ്റേക്ക് കഴിച്ചു, പിന്നെ അതിൻ്റെ ഒപ്പം ആ ലോഡഡ് ചിക്കൻ ഫ്രൈസും പിന്നെ ആ ഒരു മാംഗോ മിൽക്ക് കേക്കും എനിക്ക് ആക്ച്വലി വർത്തായിട്ട് തോന്നി. ആൻഡ് ഇവരുടെ എസ്തറ്റിക്സും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. കുറേ ഇതുപോലത്തെ ക്യൂട്ട് ഫോട്ടോ സ്പോട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോണെയാണ്. ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. വെറുതെ ഒന്നുമില്ല പ്രത്യേകിച്ച്, വെറുതെ നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചു. നമ്മുടെ യൂഷ്വൽ വീക്കെൻഡ്. ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ അഭിപ്രായം മിസ്റ്റർ റോഹൻ? എനിക്ക് കുഴപ്പമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കും. ബിക്കോസ് ഐ ലവ് ഇറ്റ്. എനിക്ക് ആക്ച്വലി ഇറ്റ് ഗിവ്സ് മീ സോ മച്ച് പീസ് വെൻ ഐ ടോക്ക് ടു യു ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സംസാരിക്കാൻ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടം, പക്ഷെ എനിക്ക് അതിന് അധികം അവസരങ്ങളൊന്നും കിട്ടാറില്ല. സോ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് ഐ ഫീൽ ലൈക്ക് മൈ സെൽഫ്. അതർവൈസ് ഐ ഫീൽ ലൈക്ക് നത്തിങ്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് നാളെ എന്തായാലും പള്ളിയിൽ പോകണം. നാളെ അങ്ങനെ പറ്റില്ല. പിന്നെ റോഹൻ നാളെ ഒരു ചെറിയ ബൈക്ക് റൈഡിന് പോണെയാണ്. അപ്പം നാളെ നമ്മുടെ മീറ്റിയവരൊക്കെ വീട്ടിൽ നിന്ന് എടുക്കണം. ഞാൻ പോകുന്നില്ല, ബിക്കോസ് എനിക്ക് വയ്യ. ഓഫ്കോഴ്സ് വയ്യ. ബൈക്കിനൊക്കെ പോയാൽ എന്തായാലും നാളെ അതിലും വയ്യാണ്ടാവും. അപ്പം അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനിയും ഞാനിപ്പോൾ ഈ വീഡിയോ മിക്കവാറും നമ്മുടെ എല്ലാ ബാങ്കോക്ക് വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോണേ. പിന്നെ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ബാങ്കോക്ക് വ്ളോഗ്. വേറെ ഒന്നുമല്ല, കുറേ പേര് എന്നോട് നമ്മുടെ ഐറ്റിനറി ചോദിച്ചായിരുന്നു എത്ര രൂപയായി പോകാൻ. കാരണം ഞങ്ങൾ ഏജൻസി എടുക്കാതെയാണല്ലോ പോയത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏജൻസി എടുക്കണേനേക്കാളും പകുതി വില ആവുള്ളൂ ഞങ്ങൾ പോയ പോലെ പോണെയാണ്. പക്ഷെ എല്ലാത്തിനും അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏജൻസി എടുക്കണമെങ്കിലും അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ പോയതിലും ഡിഫറൻസ് വിൽ ബി ദയർ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിടാന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഐ എം പ്ലാനിങ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കൂടി എടുക്കുന്നതോടെ നമ്മുടെ ബാങ്കോക്ക് സീരീസ് മൊത്തത്തിൽ അവസാനിക്കുകയാണ് അല്ലേ? യെസ്. പിന്നെ ഇനി വീഡിയോസ് ഒക്കെ വരാനുണ്ട്. ഈ മന്ത് എൻ്റെ 30 ആണ് ഗായ്സ്. അങ്ങനെ റോഹൻ ചേട്ടന് 25 വയസ്സായിപ്പോഴേ മാൾ ചീച്ചയ്ക്ക് 25 വയസ്സ്. ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ. ലൈക്ക് 25 എന്ന് പറയുമ്പോൾ പെട്ടെന്നായിരുന്നല്ലേ 25 ആയത്. ഞങ്ങൾ 23-ലാണ് വി ഗോട്ട് മാരീഡ്. ഓ വി ആർ ഗോയിങ് ടു ബി 25. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. I'm excited. Guys, today is the next day. And നമ്മൾ ആക്ച്വലി നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയാണ്, നമ്മുടെ സാന്താക്രൂസ് ബസിലിക്കയുടെ അവിടെ തന്നെയാണ്. ഇവിടെ ഒരു ടിബറ്റ് കിച്ചൺ എന്ന് പറഞ്ഞ് ആക്ച്വലി 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഒരു ടിബറ്റ് കിച്ചൺ ഉണ്ട്, അവിടെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ എപ്പോഴും കാണും. ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് ലൈക്ക് ഇറ്റ്സ് സോ ക്യൂട്ട്. എനിക്ക് എപ്പോഴും ഇത് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. തായ്ലൻഡ് ഫീലിംഗ് അല്ലേ കേട്ടുന്നൊരു. കാരണം ഇവിടെ ബോബയുണ്ട്, പിന്നെ കുറേ നമ്മുടെ രാമനൊക്കെ ഇല്ലേ, ബുൾഡോഗ്, അതൊക്കെ ഇവരുണ്ടാക്കി തരും. അത് കൂടാതെ കുറേ ടിബറ്റിൻ്റെ ഫ്ലേവേഴ്സ് ലൈക്ക് മോമോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾക്ക് അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ഡേറ്റ് ആണോ ബേബി? യാ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മേളിൽ പോയിരിക്കാം. നോക്കി ഇഷ്ടായ? ആ വീടിന്റെ അടുത്ത് നോക്കി എപ്പോഴും വരാം. ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കിയിട്ട് അല്ലേ? എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. മറ്റേ ടിബറ്റ് കിച്ചൺ ഇത്ര വൃത്തിയില്ല. ബട്ട് ദിസ് ഇസ് വെരി ക്ലീൻ ആക്ച്വലി. നൈസാണ്. ഗൈസ് എൻ്റെ തൊണ്ട അടിച്ചു മരിക്കുന്നതാണ്. പക്ഷേ ഒബ്വിയസ്ലി തൊണ്ട വയ്യാത്ത സമയത്ത് നമുക്ക് തണുപ്പ് കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ കറക്റ്റ് വന്നപ്പോൾ ഗോവ. എനിക്ക് ഗോവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മൾ തായ്ലാൻഡിൽ നിന്ന് തായ് മിൽക്ക് കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് തായ് മിൽക്ക് ഉണ്ട്. പക്ഷെ തായ് മിൽക്ക് ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ഇതുവരെ ടാറോ ഗോവ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടില്ല. സോ നമ്മൾ അത് ഓർഡർ ചെയ്തു. 180 rupees എക്സ്പെൻസീവ് ആണ്. പക്ഷേ റോഹൻ അതൊക്കെ കൊള്ളാല്ലേ? ഇതുണ്ട് ഒരു പാക്കേജിലൊക്കെ നമുക്ക് തന്നു. റോഹൻ കുടിച്ചപ്പോൾ തന്നെ വാന്ന് കിട്ടും. അപ്പം ഞാൻ ട്രൈ ചെയ്യട്ടെ. എൻ്റെ തൊണ്ട പോകാനൊരു സംശയമുണ്ട്. ഒരു ഷെയ്ക്കിന്റെ പോലത്തെ ടേസ്റ്റ് അല്ലേ? സ്ട്രോബെറിന്റെ ചോക്ലേറ്റ് ആണോ? എനിക്കൊരു കോഫിയുടെ ഒരു ഇത് വരും. ഇനിയിപ്പോ എവിടെയാ പോകണ്ടത്? ഗൈസ് ദാ കാണുന്ന അവിടെയാണ് നമ്മുടെ വീട്. അതിന്റെ ഇടയിൽ കൂടെ ചിയാങ്ങിനെക്കാട്ടി കൊള്ളാലോ. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. ചിയാങ് എനിക്ക് ആക്ച്വലി ചൈനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടം. ഇതൊരു ടിബറ്റ് സിമിലർ ടു ചൈനീസ്. ഈവൻ തായ് ഫുഡും കുറേ എനിക്കിത് ആ പോർട്ടോ മീൻ കണ്ട അതെനിക്ക് അതിൻ്റെ പാർട്ടായി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് ഫുഡ് നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൊരു ചൗമീൻ നൂഡിൽസും പിന്നെ ഒരു നോർമൽ ഫ്രൈഡ് റൈസും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ റോഹിന് ഒരു പ്രാവശ്യം പാർസൽ ഒരു ക്രിസ്പി ചിക്കൻ വിത്ത് ഹണി മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ആ ലോലിപോപ്പ് അവിടെ കൂടി എനിക്ക് ലോലിപോപ്പ് ഞങ്ങൾക്ക് നോക്കാം. ഇപ്പം തന്നെ കുറേ ആയോ എന്ന് സംശയമുണ്ട്. ആൻഡ് ദിസ് ഈസ് വെരി നൈസ് അല്ലേ? ഗൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. ഇറ്റ്സ് വെരി നൈസ് ആൻഡ് വെരി കോസി അല്ലേ? നല്ല കോസി ഫീലിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പം നമ്മൾ എപ്പോഴും ഇവിടെ തന്നെയായിരിക്കും. നമ്മുടെ അവിടെ ആക്ച്വലി ഉണ്ട് ഒരു ടിബറ്റ് കിച്ചൺ. അത് നമ്മൾ റോഹനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തൊട്ടുള്ളതാണ്. പക്ഷെ അവിടെ ഞാൻ ഒരു പ്രാവശ്യം പോയുള്ളൂ. എനിക്ക് അപ്പം തന്നെ അവിടുത്തെ ഒരു വൈബ് ഇഷ്ടമായില്ലേ. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാട്ടോ. ആൻഡ് ഇത് കണ്ടപ്പോൾ ഇതും ടിബറ്റ് കിച്ചൺ സെയിം പേര് തന്നെ. അപ്പം എനിക്ക് എപ്പോഴും ഇവിടെ കയറണം എന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ക്യൂട്ട് അല്ലേ? ഭയങ്കര നീറ്റ്. എനിക്കെന്തോ ഐ മിസ് തായ്ലാൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് വൈബ് അല്ലേ? ഇവിടുത്തെ ടിബറ്റനാണ് ചൈനീസ് ആണെന്ന് അറിയില്ല. പുള്ളിയുടെ മകൻ പേപ്പറിലൊക്കെ അവരുണ്ട് ചെറിയ അതവിടുത്തെ അല്ലേ? ഇവിടത്തെയാണോ? ഓ ഇവർ ടിബറ്റിന്റെ ആൾക്കാരാന്ന് തോന്നുന്നു അല്ലേ? വിച്ച് ഇസ് ഗ്രേറ്റ്. ടിബറ്റ് ഫുഡാണ് ഈ മോമോസ് ഒക്കെ. ടിബറ്റ് ഫുഡാണ്. ടിബറ്റ് ചൈനീസ് ഫുഡ് എനിക്ക് ഇഷ്ടം. എനിക്ക് തായ്ലാൻഡ് അല്ല ഇഷ്ടം. എനിക്ക് ആക്ച്വലി ചൈനീസ് ഫുഡ് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് ഇഷ്ടം ബാങ്കോക്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരനെ ഇമിറ്റേറ്റ് ചെയ്തുണ്ടാക്കുന്ന ആൾക്കാരാണ്. അത് ഒറിജിനൽ. താങ്ക്സ് യു ഗൈസ്. ഇതാണ് അപ്പോൾ നമ്മുടെ ക്രിസ്പി ചിക്കൻ ആൻഡ് ഹണി. വി ബോത്ത് ലവ് ഹണി. നമുക്ക് ഹണി പെപ്പർ പോർക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര. ഇവിടെ പോർക്ക് കണ്ടില്ല അല്ലേ? ആ പോർക്കില്ലെന്ന് തോന്നുന്നു. വെരി നൈസ്. ലുക്സ് സോ ഗുഡ്. സോ ഗുഡ്. മധുരമാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന എനിക്കറിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മധുരം നല്ല രസമുണ്ടല്ലേ? ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ്. ക്വാണ്ടിറ്റി കുറവാണ്. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും. കാരണം ടിബറ്റ് ഫുഡ് പിന്നെ ഇത് ഫോർട്ട് കൊച്ചിയാണ്. അത് നിങ്ങൾ മറക്ക്. അപ്പുറത്ത് ഫ്യൂഷൻ ഡേ ഉണ്ട്. അവിടെ ഇട്ടേക്കാൾ എക്സ്പെൻസീവ് ബട്ട് വെരി ഗുഡ്. വെരി ഗുഡ്. കണ്ട അറിയാം. സോ ഗുഡ്. ഇത് ടേസ്റ്റ് ചെയ്താൽ അറിയാല് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും വെച്ചിട്ടില്ല.
ഞാൻ കുറേ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുള്ള ഇവർക്ക് രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കച്ചവടം ഓക്കെയാണ്. കുറേ സ്ഥലത്തൊക്കെ ഈ MSG പോലത്തുള്ള ആർട്ടിഫിഷ്യൽ സംഭവങ്ങൾ ആക്ച്വലി ഭയങ്കര ഹാംഫുള്ളാണ്. ഈവൻ നമ്മുടെ KFC ഇല്ലേ, അതെന്ത് ഇത്ര ടേസ്റ്റ്, അതിന് വരെ MSG ഉണ്ട്. അത് ഈ പ്രഗ്നന്റ് വുമണിനും പിള്ളേർക്കൊന്നും കഴിക്കുമ്പോൾ ഇതെനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഐ കുഡ് ഫീൽ ലൈക്ക് ആദ്യം ആർട്ടിഫിഷ്യൽ ജസ്റ്റ് നോർമലായിട്ട് വരെ കഴിയും. ഗൈസ്, ടെസ്റ്റ് നമ്പർ 2 ഇസ് സ്പെഷ്യൽ ചൗമീൻ നൂഡിൽസ് ആണ്. Oh my god. Let me try this. So good. കൊള്ളാം. അധികം ആ സോസിന്റെ കുത്തിട്ടില്ല, ഒരു പ്ലെയിൻ സംഭവം, പക്ഷെ എനിക്ക് ആക്ച്വലി ആൻഡ് ദിസ് തിങ് ഇസ് സോ ഗുഡ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടോന്ന് ട്രാവലും ചെയ്യേണ്ടത്. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നോ. കഴിക്കൂ. ഹായ്. How is your experience? കൊള്ളാം, പൊളി. Guys, we love the food. ഈ ഫുഡ് മട്ടിക്കുന്നില്ല അല്ലേ? അത് ആക്ച്വലി നമ്മൾ ഷിയാങ് ആണെങ്കിലും നമ്മൾ കുറച്ച് ഭയങ്കര ടേസ്റ്റാണ് അവിടെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മട്ടിക്കും. ഇത് ഓവറായിട്ട് ഫ്ലേവേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്കതൊന്നും ഭയങ്കര ഇഷ്ടമായി. ദിസ് ഇസ് ഗോയിങ് ടു ബി അവർ ഫേവറേറ്റ് സ്പോട്ട്. കെച്ചപ്പ് നല്ല ടേസ്റ്റ്. പാക്കറ്റ് കെച്ചപ്പ് ഒട്ടും ഇഷ്ടമല്ല. അതിൽ നമുക്ക് സോസ് വെച്ചപ്പോൾ അതെ സ്പൈസി ഷെസ്വാനും തന്നു, നോർമൽ കെച്ചപ്പ് തന്നു. വെരി സ്വീറ്റ് അല്ലേ? പിള്ളേരാട്ടോ ഇവിടെ മൊത്തം. ഞങ്ങൾ ആരെയും അഡൽസിനെ കണ്ടില്ലല്ലേ, കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. സോ ക്യൂട്ട്. സോ ഗുഡ് അല്ലേ? വെരി ടേസ്റ്റി. നിങ്ങൾ എന്തായാലും ഫോർട്ട് കൊച്ചി വരണമെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് ട്രൈ പ്ലേസ് അല്ലേ? നമ്മളിന്ന് മണ്ടന്മാർ ഇത്ര നാളുടെ ഫോർട്ട് കൊച്ചി ശരി. ഇനി അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ടാവും അല്ലേ? നമുക്കൊരു ഫോർട്ട് കൊച്ചി സീരീസ് തുടങ്ങാം. ഇതിൻ്റെ അപ്പുറത്തൊരു പിസ്സ ഏരിയ ഉണ്ട്, അപ്സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടൊരു പിസ്സ ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫ്യൂഷൻ വേ ഉണ്ട്. നമുക്ക് കുറേ സ്ഥലത്ത് പോകണ്ടല്ലേ? ഗൈസ്, ഒരു സീരീസ് നമുക്ക് തുടങ്ങാം എന്തായാലും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ തായ്ലാൻഡിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചില്ലേ, ഓർമ്മ എനിക്ക് തോന്നുന്നു ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നു തോന്നുന്നു. അന്ന് നമ്മൾ അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കൻ കഴിച്ചാൽ മതി. That was so good and this is also so good. എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഒരു കോസി ഫീലിംഗ്. ഐ വുഡ് ഡെഫിനറ്റ്ലി കം ബാക്ക് ഫോർ ഷുവർ. നമ്മളെ ഒരേ കടകളിലും എപ്പോഴും പോകും. അങ്ങനെ വരും മടുത്തു. ഇവിടെ എപ്പോഴും വന്നാൽ മടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് പോകണം അല്ലേ? ഇന്നത്തെ ഭയങ്കര ഇഷ്ടമായി. എൻജോയ്. ബബിൾ ടീ ഒന്നും ഭയങ്കര സ്വീറ്റ് അല്ല. സാധാരണ ബബിൾ ടീ കഴിച്ചാൽ ഭയങ്കര ഓവർ സ്വീറ്റ് ആയിരിക്കും. ഇതൊക്കെ പെർഫെക്റ്റ് അല്ലേ? അല്ല അല്ലേ? ഇതിപ്പോൾ ആക്ച്വലി ഫ്രൈഡ് റൈസ് ഒക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ഇച്ചിരി വിലയുണ്ട്, പക്ഷേ ഫ്രൈഡ് റൈസ് നൂഡിൽസ് എനിക്ക് ക്വാണ്ടിറ്റി തോന്നി. അവസാനം ഞാൻ എത്രയായി ടോട്ടൽ എന്ന് കൂടെ പറയാം. താഴെയൊക്കെ ഫോറിനേഴ്സ് ഇരിക്കുന്നുണ്ട്. ആക്ച്വലി വില കുറഞ്ഞ കടയൊന്നും തോന്നിയിട്ടില്ല. ആകെ നമ്മുടെ പക്ഷെ ഇതൊക്കെ എനിക്ക് മൊത്തമായിട്ടോ തോന്നിയ ഫുഡ് അല്ലേ? ഫുഡ് നല്ല. അപ്പോൾ പിന്നെ നത്തിങ് ടു സേ. സത്യമായിട്ട് എനിക്കൊരു ഈ നൂഡിൽസിനാണെങ്കിൽ അവർ ബീഫ് ഇട്ടിട്ടുണ്ട്, പനീർ പോലെ ഇട്ടിട്ടുണ്ട്. ഇനി ടോഫ് പോലെ ആണോന്നറിയില്ല. പിന്നെ എഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എവ്രിതിങ് അല്ലേ? എന്താണ് ഷൗമീൻ സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ട്. ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കുക. ഇങ്ങനെ കാണുന്നില്ല ഇവിടെ സൈഡ് കുറച്ചൊരു സീരിയസ്ലി. ഗൈസ്, നമ്മൾ ഫുഡ് മൊത്തം കാലിയാക്കി ബിക്കോസ് വി ലവ്ഡ് ഇറ്റ് സോ മച്ച് അല്ലേ?
ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Lots of love to all of you. Bye bye.